വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ് ബാക്കില്, കാണുന്നുണ്ടോ? ഞങ്ങൾ ആഫ്രിക്കയിലെ സാവോസ് നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണുള്ളത്. അതിൻ്റെ ലേക്കില് മൃഗങ്ങൾ സ്ഥിരം വെള്ളം കുടിക്കാൻ വരുന്ന ഏരിയയാണ്. നേരത്തെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. സിംഹവും പുലിനൊക്കെ തെരഞ്ഞിങ്ങനെ നടക്കൽ തുടങ്ങി. രാവിലെ മുതൽ നടക്കൽ തുടങ്ങിയാണ്. ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും കണ്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. വണ്ടിന്റെ അല്ല, അല്ല ഞാൻ അതേ കാണുള്ളൂ. വണ്ടിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ പറഞ്ഞാൽ അങ്ങനെ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അവിടെ എനിമൽസ് ഹാവ് റൈറ്റ് ഓഫ് വേ. നമ്മളതല്ല, അവരെ അവസ്ഥലാണ്. 30 കിലോമീറ്റർ പെർ ഹവർ മാക്സിമം. പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ ടൈറ്റ, ഈ സ്ഥലത്തിന്റെ പേരാണ് ടൈറ്റ. ടൈറ്റ ടു പുര 10 കിലോമീറ്റർ, ടൈറ്റ ടു ടാറ്റെ 19, ടൈറ്റ ടു വോയ് 42. പുറത്ത് വേറെ എന്താ ചെയ്യാണ്? ശരിയാണല്ലോ അല്ലേ. പുര എന്തൊക്കെയോ സർക്യൂട്ട് അത് വരെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. പെട്രോൾ സ്റ്റേഷൻ വരെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ മറന്നുകാണ്ട് ഇവിടെ വന്നുകാണ്ട് ദിൽഷാന്റെ മാതിരി ഇവിടെ അതാ പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞാ ഇവിടെ ഞാൻ ഒരിക്കലും അത് പറയില്ല. എന്താ ഡീസലാ? അപ്പൊ ഓക്കെ. എന്റെ സാറേ, അതാണ് ബൈക്കൊക്കെ അതാണ് പാർക്കിന്റെ ഉള്ളിൽ കൂടെ. അപ്പൊ സിംഹമൊന്നും ഇല്ല, വെറുതെ പറഞ്ഞാ ചിലപ്പോ അപ്പൊ പ്രശ്നമല്ല. അപ്പൊ പിന്നെ പോലൊന്നും ചെയ്യൂല. ഇതാണ് ആഫ്രിക്കൻ സഫാരി. എന്തിന്റെ നമ്മളെ മാപ്പൊക്കെ ഉണ്ട് നമുക്കിത് എവിടെയും കുടുങ്ങി ഞാൻ തിരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി റൂട്ടൊക്കെ എഴുതി തന്നാണ്ട്. എന്നിട്ടല്ലോ കാര്യം ഉണ്ടാവും? ഒരു കാര്യമില്ല. ഇങ്ങനെ പിടിച്ചേ അല്ല മനുഷ്യ, ഇങ്ങനെയാണ്. നിങ്ങൾ പിടിച്ച ഇതാ ടീം. മറ്റേ ഇതിന്റെ ഉള്ളിൽ ഇനിയിപ്പോ ഇത് ഇട്ടിട്ടൊന്നും കാര്യമല്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കണ്ടില്ലേ? കണ്ടില്ലേ ഇങ്ങനത്തെ റോഡ്? എവിടുന്ന് എന്ത് മനസ്സിലാക്കുക. പിന്നെ റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് ഇല്ല, ഒരാള് വിളിക്കാനും കയ്യിൽ ഒന്നും കയ്യില്ല. കയ്യിലും പൈസ ഇല്ല. ഉള്ള പൈസ മൊത്തം ഇവിടെ ഊറ്റി കൊടുത്തിക്കണ്. ഓല് ചെറിയ ഇനി നേരെ പോയിക്കോളി. നല്ല രസം. ഫസ്റ്റ് തന്നെ ഉണ്ട് ലെഫ്റ്റിക്ക് എടുത്ത് കാണ്ട് അതിലോട്ട് പോകണം ആണോ? അപ്പൊ നമ്മള് വരുത്തിനോടത്തെത്തും. വൈകുന്നേരം വരെ ഉള്ളല്ലോ ടിക്കറ്റ്. 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. അപ്പൊ രാവിലെ ആയിട്ടുള്ളൂ. അപ്പൊ മൂപ്പരിനോട് ചോദിച്ചതാ. അപ്പൊ ഞങ്ങളെ കാട്ടിക്കൂട്ടലുണ്ടപ്പോ വേണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ഏതായാലും ഇനി വരുന്നോടത്ത് വെച്ച് കാണാം. ഏതായാലും ഫോൺ ആയിരിക്കല് കിട്ടുകയാണെങ്കിൽ ദിൽഷാദ് സെൽഫി എടുക്കാം. ഈ കിളിയൊക്കെ പാറയിലുണ്ടല്ലോ. പാറയിൽ ഇങ്ങനത്തെ കിളികളുണ്ട്. പച്ചക്കിളി, പച്ചക്കിളി, തത്ത. ബസ് എല്ലാ ബസ്സിലും കിളിമാരുണ്ട്. ഈ ചെങ്ങായിനെ കൊണ്ടാണല്ലോ ഞാൻ ഈ കാട്ടിക്ക് പോകുന്നതാണ്. സിംഹം വരെ ചിരിച്ചു കഴിഞ്ഞ് അവിടെ എന്താ പറയാ, ഓരോ നമ്മളെ കൂടെ ആരാണോ വെച്ചാല് ഓൽക്കും വേണ്ടി ഓരോരുത്തരും നിലവാരത്തിനനുസരിച്ചിട്ട് കോമഡി അടിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് കോമഡി നിങ്ങൾ അടിക്കണ്ടേ ഇപ്പൊ? അപ്പൊ മനസ്സിലായില്ലേ നിലവാരമില്ലാത്ത ആളെ കൂടുതലുള്ളത്. സ്റ്റാൻഡേർഡ് കോമഡി തരാഞ്ഞപ്പോ പ്രശ്നമാക്കണ്ട, ചോദിച്ചു വാങ്ങിയതാ. പക്ഷെ അത് നിക്കണില്ലേ സാൾട്ട് ലേക്ക് ലോഡ്ജ് ഫുള്ള് തൂണുമല. കാരണം എന്താ? മൃഗങ്ങൾ ഒരുപാടുണ്ട്. അതാ സാൾട്ട് ലേക്ക് സഫാരി ലോഡ്ജ്. കാട്ടിന്റെ നടുക്കാട്ടോ. രാവിലെ പക്ഷെ രാവിലെ വരണം. അന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മൃഗങ്ങളായിരിക്കും പറഞ്ഞത്. അതവിടെ അതാ സീബ്രകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നിങ്ങോട്ട് മൃഗങ്ങൾസ് ഓഫ് അനിമൽസ്. ഇത് കുരങ്ങല്ല, ബബൂണ്. ഇതാണ് ബബൂണ്. ഇവന് പുറത്തിറങ്ങിയാൽ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വല്ലാതെ ആക്രമിക്കൊന്നുമില്ല. പക്ഷെ പൊന്തിച്ചില്ലെങ്കിൽ അല്ല ഉള്ളിൽ കയറും.
നാട്ടിലില്ലാത്തൊരു സാധനമല്ലേ സീബ്ര. സീബ്ര നമ്മുടെ നാട്ടിലല്ലേ? ഞാൻ ഉണ്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്. അതിന്റെ ബാക്കിലൊരു മാന തുറന്നിക്കണ്. എന്താണ് ഈ സാധനം? കലമാനോ? അത് കലമാൻ. സീബ്രകൾ പാലനേക്കാം. ഇതിൽ തന്നെ കുറെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. കുറെ ഉണ്ടതേ. ഇവിടെ ഇവിടെ ശരിക്ക് സിംഹങ്ങൾ ഉണ്ടാവും. ഓതാ ബാബുവാണ് ഇവിടെ ഇങ്ങനെ പാഞ്ഞു കളിക്കണേ. ഓന്റെ ആ ഓട്ടം കണ്ടാരോ ഇവിടെ ഒരു സിംഹമൊന്നും ഇല്ലാന്ന്. ജിറാഫുകൾ കുറെ അല്ല എന്താണ് സീബ്രകളല്ലേ? അപ്പുറത്തെ ഒരു മാനും. പക്ഷെ എന്നാലും ഇവിടെ ഒരു വൈൽഡ് അനിമൽ വലിയ പഞ്ചൊന്നുമില്ല. പിന്നെ ഈ സാധനത്തിന് ബബൂണോ? ബബൂൺ ഒന്നും ആർക്കും വെറുതെ ഇട്ടാലും വേണ്ടാത്ത. ഇത് ഈ സിംഹത്തിന് ഇട്ട് വട്ടെടുപ്പിക്കണ സാധനമാണത്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ സീബ്രകൾ. അങ്ങോട്ട് ആ സൈഡൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട്. പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതിന്റെ അടുത്തേക്ക് വേണമെങ്കിൽ വണ്ടിയിൽ പോണ വരെ പോയോക്കാം. പോയോക്കി ചിലപ്പോ സിംഹയുടെ അങ്ങനെ പതി ഇരിക്കുന്നുണ്ടാവും. പുറത്തിറങ്ങാൻ നമ്മളിതേ കാട്ടിന്റെ ഉള്ളിലുണ്ടോ നമ്മളെ സ്വന്തം വണ്ടിയിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് നമ്മൾ തന്നെ വരാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് കേട്ടോ ആഫ്രിക്കൻ കാടുകളിൽ. എവിടെയും 4x4 കാറാണെങ്കിൽ ഇവിടെ അലോ ചെയ്യും കേട്ടോ. ഇത് കണ്ടോ സീബ്രകൾ സിംഹവും പുലിയൊക്കെ വരുന്ന കാടാണ് ഇത്. കണ്ടോ ബബൂൺസ് നമ്മളെ തൊട്ടടുത്ത് തന്നെ. ചെറിയൊരു പേടില്ലാതില്ലാതാട്ടോ ചുറ്റും നോക്കണേ. വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ. പിന്നെ ചെറിയൊരു ധൈര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ കണ്ടോ ഫുള്ള് തൂണുമല. കാരണം എന്താ വെച്ചാൽ മൃഗങ്ങൾ സ്ഥിരം വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ചെറിയൊരു തടാകമാണിത്. ഫുള്ള് ഹൈറ്റിലാണ്. ഫുൾ സെക്യൂരിറ്റി ആക്കിയിട്ടാണ് ഇവർ നിർത്തിയിട്ടുള്ളത്. പാർക്കിന്റെ ഉള്ളിൽ കയറിയെന്നല്ലാതെ ഒറ്റ മനുഷ്യന്മാരെ കാണാനല്ലോ കേട്ടോ. വേറൊരു വണ്ടി ഇല്ല. ഞങ്ങൾ രണ്ടാളും മാത്രം. എവിടെ? അമ്മോ ആന. പൊളി സാധനം. ഒരു $5 മുതലായി. എത്രയായി? എത്ര? 1 2 3 4 5 6 7 8 കൊറേ ഉണ്ട് എണ്ണണ്ട. അങ്ങോട്ടും പോട്ടെ. നിങ്ങളിത് ഇങ്ങോട്ട് പോണ അങ്ങോട്ട് പോട്ടെ അറിയില്ലേ? തിരിച്ചാണ്ട് അങ്ങോട്ട് പോണ വഴിക്ക് ചിലപ്പോ അങ്ങോട്ട് പോയിണ്ടാവും. അങ്ങോട്ട് പോണ വഴിമേ ചിലപ്പോ അങ്ങോട്ട് പോയിണ്ടാവും. അതെ പോണ മാതിരിയല്ലല്ലോ അല്ലേ? ഇതങ്ങനെ പോലെ നേരന്ന്. ഇതിപ്പോ ആനന്റെ അടുത്ത് പോയിട്ട് വേറെ ജിറാഫിന്റെ അടുത്തേക്ക് എത്തി. അല്ല എന്താണ് അതെന്ത് ജിറാഫ് അല്ലേ? മറ്റേ സാധനമാണ്. ഏത്? വലിയ കുമ്പളെ ആനന്റെ അത് ജിറാഫും സീബ്ര. ഇതാ ജിറാഫ് അല്ല കലമാൻ. എന്താണ് സാധനം? വാട്ടർ ബഗ്സ് എന്നാ പറയാ. വാട്ടർ ബഗ്സ് അതാക്കണം അവിടെ. പിന്നെ സീബ്രകളും. There are so many zebras and zebra lanes in Kenya. പൊളി സാധനമുണ്ട്. ഇപ്പൊ അങ്ങോട്ട് ഇവിടുന്ന് തിരാനില്ല. നമ്മള് മൃഗശാലന്റെ ഓർമ്മന്റെ മാതിരി നമ്മള് പോണേ. അങ്ങോട്ട് വയ്യൊന്നും വയ്യില്ല. അതെ തിരിച്ചാലോ ഓലടുത്തേക്ക് ഇല്ല സംഭവം. ഇതിങ്ങനെ ഇങ്ങോട്ട് തിരിയാണ്. അങ്ങോട്ട് വിളിക്കാം. വന്ന തന്നെ നമുക്ക് ഇവിടുന്ന് ഇനി ലെഫ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിക്കുക. ആനപ്പിണ്ടം നോക്കി വന്ന് അവസാനം മണത്ത് ദിൽഷാദ് നല്ല ഉഷാറായിന്. അങ്ങട്ട് അവസാനം ഒറ്റാന. ഓ അത് നമ്മളെ റോട്ടിൽ തന്നെ കേട്ടോ. ഓ പോട്ടങ്ങട്ട്. പക്ഷെ ആന ചവിട്ടാലും പൊളിയാത്ത വണ്ടിയുള്ളത്. പേടിക്കാല്ല. ആ കിളികളോടൊന്ന് മാറിക്കാൻ പറയും റോട്ടിന്ന്. പോയി പറയും. പൊള്ളി സാധനം കേട്ടോ. അതിന് മുന്നേ പോയി എന്നാ പോരെ. അതാ തിരിഞ്ഞു ആഗ്രഹിക്കണൊക്കെ മേക്കാണ്. ഓ ചോറുക്കേ അതെ കാണാൻ വന്നാ. ഫുള്ള് സീബ്രകളാട്ടോ ഈ സൈഡില്. അങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിരന്ന് കിടക്കുന്ന സീബ്രകൾ. നമ്മള് വീണ്ടും നമ്മളെ ഒറ്റാൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഏതാ നമ്മൾ കിളിമഞ്ചാരോ ഇട്ടാണോ? നിർത്ത നോക്ക്. എന്താ പൊളി.
ആഫ്രിക്കൻ ഒറ്റയാൻ, ആഫ്രിക്കൻ കാട്ടിൽ. ആ നമുക്കൊരു പേരിട്ടാലോ? നിങ്ങൾ പേരെന്താ? കുട്ടിമോനോ? കുട്ടിമോനൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ആനയാണ്. എന്താ അതിൻ്റെ ഒരു ചൊറുക്ക്, പുളി പറഞ്ഞ പുളി. ഇവിടെ ആനയുണ്ടോ? ഇവിടെ ഫുള്ള് ആനയാണെങ്കിൽ ഈ സൈഡിൽ ഫുള്ള്, ഇവിടെ ഫുള്ള് സീബ്രകളാണ്. സീബ്രകൾ ആനക്കുട്ടനങ്ങനെ അടുത്തുനിന്ന് കാണാൻ എന്താ രസം. ചൊറുക്കിൻ്റെ കത്ത. നമ്മൾ ആനനെ കണ്ട് നിർത്തിയുണ്ടപ്പോൾ വേറൊരു സഫാരി വണ്ടി കൂടി വന്നതിന് കേട്ടോ ആനനെ കാണാൻ. നമ്മളെ സീബ്രകളും മറ്റാൾക്കാരും ഇതിൻ്റെ ഉള്ളത് പുറത്തിറങ്ങാൻ പാടില്ല വണ്ടി. കാരണം പുറത്തിറങ്ങിയാൽ നമ്മളെ കാലച്ച കേട്ടാലാണ് മറ്റു മൃഗങ്ങൾക്കൊക്കെ എന്നാണ് ഓടിയില്ലാണ്ട്. നമ്മൾ വണ്ടിയിൽ എന്ത് കാണും, വണ്ടിൻ്റെ ഡോറൊന്ന് അടക്കി എന്ത് കളി കൊടുക്കാം, പക്ഷെ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. ഒറ്റപ്പെട്ട് ശരിക്കും അവന് സങ്കടം ഉണ്ടാവൂലേ? ഒറ്റയാനാന്നാണോ? ഒറ്റയാൻ. എന്താ ശരി, എന്താ ഒരു ചൊറുക്ക്. തലയെടുപ്പ് തന്നെയാണ്. അങ്ങനത്തെ സഫാരി വെഹിക്കിളുണ്ടോ മേലെ ഓപ്പൺ ആയിട്ടുള്ള? അങ്ങനത്തെ സഫാരി വെഹിക്കിളിലാട്ടോ ഇതിനുള്ളിലൂടെ ആൾക്കാർ പോവാ. ഈ സീബ്രനെ കണ്ട് നിർത്തിയതാണ്. അങ്ങനെ റോഡ് നിർത്തി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാം. നമുക്ക് പിന്നെ നമ്മളെ സ്വന്തം 4x4 സ്ട്രോങ് സാധനം ഉണ്ടായതുകൊണ്ടാണ് നമ്മളതിനുള്ളിലേക്ക് അടച്ചു വിട്ടത്. നിങ്ങൾ നമ്മൾ പോകാൻ സമ്മതിക്കൂലോണ്ട് കേട്ടോ. ഒരു വാശിയിൽ എന്തോ സമരം ഉണ്ട് തോന്നുന്നു. മൊത്തം സമരം ഉണ്ടല്ലോ അല്ലേ. സീബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീബ്ര, ആകെ സീബ്ര. ഇവലെങ്ങനെ നിരത്തി വെച്ചാൽ മതിയില്ലേ, വെറുതെ പെയിന്റ് കളയണ്ട. നിങ്ങളേ അധികം വെയിലുണ്ട് കേട്ടോ. ഒരു വഴി മാറിത്തരണൊക്കെ ഉണ്ട്. സീബ്രകൾ പറഞ്ഞാൽ എത്ര സീബ്രകളാണ്, ഇഷ്ടംപോലെ നിരന്ന് കിടക്കുന്ന സീബ്രകൾ. ഇവിടെ ഓടി ഒരു ലയണില്ലേ, അതാണ് ഇപ്പൊ നമ്മൾ ഈ തപ്പുന്നത്. സീബ്ര നമ്മൾ പോണ വഴിക്കലൊക്കെ ഉണ്ട്, എന്നാലും സീബ്രനെങ്ങനെ ഒരുമിച്ച് കാണാൻ നല്ല രസാട്ടോ. ഇവല് നമ്മൾ വഴി തടഞ്ഞു വെച്ചേക്കുക. ഇത് മാറുന്നുണ്ട് കേട്ടോ, മെല്ലെ മെല്ലെ ഇങ്ങനെ മാറുന്നുണ്ട്. ചൊറുക്കല്ലേ സംഭവം, നല്ല ചളി ഉണ്ട് വിലക്ക് മേത്ത്. അതഞ്ഞ് വില കളർ എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ആ ഒരു ബ്രൗൺ കളറ്, ഇത് വൈറ്റും ബ്ലാക്കും പിന്നെ ചെറിയൊരു ബ്രൗൺ കളറും കൂടി ഉണ്ട് പോലെ ചുറ്റും. ഈ ചങ്ങായി ഇത് അതിന്റെ ഫ്രണ്ടിലൊക്കെ ഇറങ്ങിയിരിക്കണേ. വീഡിയോ എടുക്കുക, അങ്ങനെ ജാതി പേടിയും ബേജാറൊന്നും ഇല്ല. വഴിന്ന് ഏകദേശമൊക്കെ പോലും മാറി തന്നിട്ടോ, ചെറിയ രീതിയിൽ പോലും മാറിയിരിക്കണ്. എന്നാലും പോലും ഇങ്ങനെ ഒരു കൂട്ടം കൂടിയിട്ട് അങ്ങനെ നടക്കുക, ഓല് തിന്നും ആസ്വദിച്ച്. നേരത്തെ പറഞ്ഞ മാതിരി ഇവലിങ്ങനെ പാവങ്ങള് ഇങ്ങനെ പുല്ലും ഇതൊക്കെ തിന്ന് നല്ല തടിച്ച് കൊഴുത്ത് വരിക.
സിംഹം വരിക പോലെ വേട്ടയാടി പിടിക്കുക തിന്ന എന്തായാലേ കാട്ടിലെ റൂള്. ശരിക്കും ഒരു സമാധാനത്തിൽ സന്തോഷത്തിൽ തന്നെ കേട്ടോ. ഒരു സിംഹവും മറ്റോ മറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണമൊന്നുമില്ല. ഒരു ഫ്രീ ആയിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. നല്ല ലാവിഷായിട്ട് തിന്നുന്നുണ്ടോ. ഉമ്മടിക്കാം എത്ര നേരത്തൊക്കെ ചളിയാക്കി. ചളിയല്ല, ഞാനതാ വിചാരിച്ചത്. മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടാ കളറ് നോക്കി. ഇവിടെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി വണ്ടിന്റെ പോലെ. അതൊക്കെ പക്ഷെ എല്ലാവർക്കും ഉണ്ടാ ബ്രൗൺ കളറ്. എന്താലേ ആഫ്രിക്കയിലെ വൈൽഡ് ലൈഫ് പാർക്ക്. വരുന്നുണ്ട്. വാ മോളെ ഇങ്ങോട്ട് വാ. അതും കുട്ടിയല്ലേ കൺമശൊക്കെ ഇട്ടുണ്ടല്ലോ. അവിടെയുള്ള പക്ഷികളുമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതിന്റെ ആ മരത്തിൽ ഫുള്ള് പക്ഷികളാ. ചിലപ്പോ സിംഹ വൈക്കുണ്ട്, ആയില പോയിക്കണ് ഒക്കെ പറയുന്നുണ്ടാവാൻ വേണ്ടി. എന്തൊരു തള്ളാവട്ടെ. അല്ല അവിടെ നമ്മളെ കുട്ടാപ്പിന്റെ പോസ്റ്റ് നോക്കി. ജാതി പോസ്റ്റാ. ആ നല്ല പോസ്റ്റിലാ നിക്കണ്. ഓന് കുറച്ച് പുറത്തേന് ഒന്നുകൊണ്ട് മാറിയാണ്ട് കറക്റ്റ് ഒരു ആ മരത്തിന്റെ ഒക്കെ സെന്ററിലേക്ക് കൊണ്ടുപോയി പരിഗതി കൊള്ളു. വണ്ടിയില് ഭയങ്കര മണുണ്ടെങ്കിൽ എന്താ നല്ല സ്വഭാവം. നല്ല സ്വഭാവമല്ലേ, നല്ല പാല് പോലെ പറയണ്ട കേട്ടോ. ആ പക്ഷി പോലെ തമ്മിൽ വർത്താനം പറയണം. പക്ഷി വേണ്ട അത്യാവശ്യം ദൂരമുണ്ട്. നല്ല കുറ്റിച്ചെടികളും ഉണ്ട്. ഓടി ഇങ്ങോട്ട് എത്തൂലങ്ങള്. ചിലപ്പോ ഓനൊക്കെ നന്നായിട്ട് ഇങ്ങനെ സിംഹം പമ്മി നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആക്കണ ആ പക്ഷി എടങ്ങേറാക്കാണ് അതിനെ. അതിലേ ഇത് അത്രയും നല്ലൊരു റോഡല്ല ഇട്ടത്. കുറ്റിച്ചെടികളാണ്. പക്ഷെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുറെ ആൾക്കാരുണ്ടാവല്ലോ. മാനുട്ടി അങ്ങോട്ട് വാ. വരുന്നുണ്ട് പാഞ്ഞി തടിയപ്പാണ്. പാവല്ലേ എന്തോ ഒരു ചുരുക്കോട് ആ നൃത്തം. നിർത്തിട്ടോ പോയിട്ട് പന്നികളൊക്കെ പോയോ? കൂടി പോയി കുറെ മാനാളെ അവിടെ ഊരെത്തിയത്. ഇവരിത് പ്രത്യേക ടൈപ്പ് സാധനം കേട്ടോ. ബാക്കിലാണല്ലോ ഡിസൈന്. കൊമ്പോർക്ക് കഴിഞ്ഞിട്ടോ. പന്നികളോട് വന്നേക്കേ, കാട്ടുപന്നി വന്നേക്ക്. എല്ലാരും അവിടെ വാ. എടുത്ത് കത്തുമ്പോത്തിന് ഓലോടാ കാരണം തോറ്റ് തടി വെച്ചില്ലാക്കണ്ടേ. ഓലിപ്പോ നമ്മളിപ്പോ കൊല്ലാൻ പറ്റും പോവാ.
സിംഹം വന്ന പോലെ നിന്ന് കൊടുക്കും ചെയ്യും. സിംഹം കൊടുക്കണ്ടല്ലേ ഡിസൈന്. ഇത് നമ്മളെ പശു തന്നെ കേട്ടോ. ചെറിയ ചേഞ്ചുള്ളൂ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ. വലിയൊരു ആനക്കൂട്ടം ആന ഫാമിലി പാസ് ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണില്ല ശരിക്കും. മക്കളും മരുമക്കളും പേരമക്കളും മുത്തശ്ശനും അമ്മായി എല്ലാവരും വലിയ ടീമാണ്. കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ. ഇവിടെ കാട്ടിലേ ഒരു മൃഗത്തിന്റെ എന്താണ് ഒരു കാട്ടുപോത്തിന്റെ തലയോട്ടിയും അതിന്റെ അസ്ഥിയൊക്കെ ഇതാട്ടോ തിന്ന് തീർത്തിട്ട് എത്തിയ കഥ പറയണ്ട. അതേ ഡ്രോണ് ചാർജ് കഴിഞ്ഞ് വീണ് എന്നിട്ട് ഞങ്ങള് ആ തലയോട്ടി ഒരു മരം അതിന്റെ അടുത്തൊരു തലയോട്ടിന്ന് അടയാളം വെച്ച് കാണ്ട് പോകുന്നത് തെരഞ്ഞു വന്ന് പോയിന്ന് ഉറപ്പിച്ചതാ. നമുക്ക് ആ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ ആകെ നോക്കിട്ടേ ഇറങ്ങാൻ നേരത്തെ ആകെ നോക്കിട്ട് വലിയൊരു മരം കണ്ടേതാ എടുത്തുണ്ട് ഇറക്കിയപ്പോ കണ്ടതാ. കിട്ടി. നല്ല ഭാഗ്യമുള്ള ഡ്രോൺ. രണ്ടാമത്തെ പ്രാവശ്യം പോയിട്ടല്ലേ. ഞങ്ങള് വന്ന റൂട്ട് നോക്കി ഫുള്ള് ഈ ജാതി റൂട്ട് കൂടിയാണ് ഞങ്ങള് കയറി വന്നത് കേട്ടോ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ കേട്ടോ. കാരണം സകല സിംഹവും പുലിയും എല്ലാവരും ഉള്ള കാടാണിത്. നട്ടുച്ചായോണ്ട് ഒക്കെ റെസ്റ്റിലാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഓഫ് റോഡ് രക്ഷയില്ല. ഒന്നര ഓഫ് റോഡാട്ടത്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. റോഡൊന്നുമില്ല. അതാണ് വിളിച്ചേ. നിങ്ങളെ മറ്റേ എന്താണ് ജിയോഗ്രഫി. മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു നാഷണൽ ജിയോഗ്രഫി ഉണ്ട്. ഗൂഗിളും മറ്റേതൊന്നും ഇല്ലാതെ അത് വെച്ച് കണ്ടോട്ടേ പോകുന്നത്. അതെനിക്കറിയില്ല. അതെനിക്കറിയില്ല. ഒട്ടപക്ഷിയൊക്കെ ഇനി അവിടെ തന്നെ കാത്തുക്കുണ്ടാവും. അല്ല, ഒട്ടപക്ഷിനെ കാണണമെങ്കിൽ ഡ്രോൺ വറുത്തണ്ടേ. അങ്ങനെ പോയോക്കെ എവിടെയെങ്കിലൊക്കെ എത്തും. കക്കാടംപോയിക്കൂടെ സ്ഥിരമായിട്ട് പോണ കളി ഇങ്ങനെയാണ് കളിക്കല്. എന്താ അടിയിലോടി ചൊറുക്കുണ്ടാവല്ലോ വണ്ടി. ഇത് വേറെ ഈ മരം നമ്മൾ അതാ വേറെ റോഡ്. ഇതന്നെ നമ്മൾ വന്ന റോഡ്, വേറെ റോഡല്ല. ഇങ്ങോട്ട് കൊറച്ചേരം ഉണ്ടല്ലോ ഇയാള് ഇയാള് കൊറച്ചേരം ശ്വാസം കൂടി വിട്ടില്ല. നമ്മള് വൈകി പോലും തെറ്റില്ലല്ലോ. നമ്മള് കറക്റ്റ് വരുന്നോണ്ട് പോയി. ഇതിനൊക്കെ ഒരു കളിയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാണ്. കുറച്ച് ദിവസം കൂടെ സ്ഥിരമായിട്ട് സംഭവിക്കണം. കാട് എന്താട്ടോ, സിംഹങ്ങളും പുലികളൊക്കെ ഉള്ള കാടുകൾ ഇങ്ങനെയാണ്. നമ്മളെ നാട്ടിലുള്ള കാട് പോലെ പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ കുറ്റിക്കാട്, അതിന്റെ സെന്റർ കൂടെ അങ്ങനത്തെ ഒരു മൺ റോഡ്. അപ്പൊ ഇതൊക്കെ നല്ല റോഡാണ്. ഇതിനേക്കാൾ വൃത്തിയായിട്ട് റോഡാണ് കൂടുതലും. Landing. Critically low battery warning. ഡ്രോണിലെ വീഡിയോസും മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.